ചാടി എഴുന്നേക്കരുത്. ഞാൻ ചാവരല്ല. ഇരിക്കും വർമ്മേട്ടനെ മനസ്സിലായില്ലേ? ആ നിലമ്പൂർ കോവിലത്തോളം ഇരിക്കും. എല്ലാവരും ഇരിക്കൂ. വർമ്മേട്ടൻ എന്നെ പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടാൽ അറിയും. ഞാനാണ് വർമ്മേട്ട. മനസ്സിലായില്ല? വർമ്മേട്ടൻ അവിടെ ഇരിക്കേ. കാണുമ്പോ തന്നെ ചാടി എഴുന്നേക്ക. എന്തൊരു ബഹുമാനം. ഇരിക്കേ. വർമ്മേട്ട ഭാര്യയില്ലേ ദേവിക വർമ്മേച്ചിയുടെ വകയുള്ള അനിയത്തില്ലേ ശാരദോപ്പോള് എന്നെ ചെറുപ്പത്തിൽ എടുത്തോണ്ട് പറഞ്ഞ എന്റെ തഴമ്പ് ഇപ്പോഴും എന്റെ ഒക്കത്തുനിന്ന് പോയിട്ടില്ല. അന്നിപ്പോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വർമ്മേട്ട സത്യമായിട്ട് ഞാനൊരു മുട്ടം പ്രശ്നത്തിലാ. ഏട്ടൻ വിചാരിച്ച പുട്ടുപോലെ അത് പരിഹരിക്കാൻ പറ്റും. ഏട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം ഏട്ടാ. എന്റെ വർമ്മേട്ട ആളെ അറിയാൻ നോക്കിയിട്ടാണോ നമ്മൾ ആക്സിഡന്റ് പറ്റി ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്? എല്ലാത്തിനേക്കാളും വലിയൊരു അപകടത്തിൽ ഞാനിപ്പോ. ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞ എന്റെ ജീവിതം രക്ഷപ്പെടും. ഞാൻ കാല് പിടിക്കേട്ടാ. സോറി, പിടിച്ചത് കൈയാണെങ്കിലും കാലാന്ന് വിചാരിക്കേട്ടാ. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏട്ടാ, എന്റെ ഭാര്യ അവിടെ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ തമ്മിൽ വിവാഹമോചനത്തിന്റെ വക്കില. ഏട്ടനൊരു ചെറിയ കാര്യം ചെയ്താൽ മതി. അവളുടെ മുമ്പിൽ വെച്ച് എന്നെ നരൻ എന്നൊന്ന് വിളിക്കണം. എന്തിന്? ആനക്കാനയുടെ വലിപ്പറിയില്ല. ഏട്ടന് സ്വന്തം വാക്കിന്റെ വിലയും. ഏട്ടന്റെ വലിയ ഫാനാണ് എന്റെ ഭാര്യ. പൂജാമുറിയിലെ ദൈവങ്ങൾക്കൊപ്പമാണ് ഏട്ടന്റെ ഫോട്ടോ അവൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആനന്ദവർമ്മ എന്റെ പരിചയക്കാരനാണെന്ന് അറിഞ്ഞാൽ അത് ഞങ്ങളുടെ ബന്ധത്തിലെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഏട്ടൻ എന്നെ വിളിക്കില്ലേ? എന്നേട്ടൻ എന്നെ വിളിക്കില്ലേ? ഏട്ടന്റെ മോഹം കണ്ടാലറിയാം എന്നെ വിളിക്കുന്നു. വിളിക്കും. കൊള്ളാലോ. ഓവർ സ്മാർട്ട് ആവുന്നല്ല, ഗതികേട് കൊണ്ടാ. എത്രയോ പേർക്ക് എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന ആളാ വർമ്മേട്ട. ഒറ്റ വാക്കുകൊണ്ട് ഒരാളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് തീർക്കാന്ന് പറഞ്ഞ പുണ്യല്ലേ വർമ്മേട്ട? ഇത് കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ഒന്നാമത് ഞാൻ ഒരുപാട് സംസാരിക്കാത്ത ഒരാളാണ്. പിന്നെ ഞാൻ വിശ്വസിച്ച് പോവാണ്. എന്റെ പേര് മറക്കരുത്. നരൻ, NARAN. നരൻ. അല്ലെങ്കിൽ വേണ്ട, വാനരന്റെ വാ കട്ടിയാൽ മതി. നരൻ. എല്ലാം കൂടി മൊത്തം കൺഫ്യൂഷൻ ഉണ്ടല്ലേ. വേറെ ഇപ്പൊ എന്താ ആലോചിക്കാമോ? ഓക്കെ, ജോഷി സാറിന്റെ മോഹൻലാൽ പടം നരൻ. ഓക്കെ അല്ലേ മോനെ ദിനേശ? അത് ഫിക്സ്. മറക്കരുത്. ഞാനൊരു വേഴാമ്പലപ്പല്ല അങ്ങോട്ട് പോവാണ്. ചൈച്ചക്കല്ലേ വിളിച്ചേക്കണേ. ഇവിടെ അല്ല, അവിടെ വന്ന് വിളിക്കണം. പിന്നെ മിസ്റ്റർ വേണ്ടട്ടാ, ഈ ഇന്റിമസി പോവും. എല്ലാരോടും ഷാറാക്കിയേക്കണേ. ഒന്ന് പറഞ്ഞേ. അതെ, ബടി പോലെ ഇരിക്കില്ലേ? ഒന്ന് ഷാറാക്കിയണേ എന്ന് വെച്ചാൽ എല്ലാവരും കൂടി കുറച്ചിട്ട് എന്ന് വിളിച്ച് കൊളാക്കല്ലേ. പ്രാക്ടീസ് ചെയ്യ്. സോറി, ഉറങ്ങാണോ നോക്കിയതാ. അഞ്ജലി, ഞാൻ ഒരാളെന്തെങ്കിലും പറയാൻ വരുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ പോലെ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നത് ഭയങ്കര ബോറാണ്. അഞ്ജലി, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ പറയുന്നു കേൾക്കും. പ്രോബ്ലം ഉണ്ട്. ഇതെന്റെ ഭാര്യയാണ്. ഇവളുടെ അച്ഛൻ എനിക്ക് 50 ലക്ഷം രൂപ ശ്രീധനായിട്ട് തരാൻ പറ്റുമോ? ഇൻസർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക പോവാലൻ. സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് അതൊക്കെ സത്യമൊന്നും കരുതരുത്. ചിലപ്പോൾ പാടെ തെറ്റായിരിക്കും. മറ്റുള്ളവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അത് മനസ്സിലാക്കണം. പുതിയ എന്തെങ്കിലും നുണയായിരിക്കും പറയാനുള്ളത്. തടിപ്പിശാശ് എവിടെ പോയി കിടക്കുക? വല്ല ഊട് വഴി ഫ്ലൈറ്റ് പിടിച്ച് പോയാ? യെസ്, ഐ നോ ദീസ് വേർഡ്സ് ആർ കമ്മിങ് ഔട്ട് ഓഫ് എ പ്രജുഡീസ് മൈൻഡ്. ഞാനിപ്പോ ചങ്കെടുത്ത് കാണിച്ചാലും അഞ്ജലിക്ക് അത് ചെമ്പരത്തി പോയിട്ട് തോന്നും. എന്റെ നിലയോ വിലയോ അക്കാഡമിക് എക്സലൻസോ അഞ്ജലിയുടെ മുമ്പിൽ എടുത്തു കാട്ടി ഞാൻ ആളാവാൻ വന്നിട്ടില്ല. 100 കണക്കിന് മൾട്ടിനാഷണൽ കമ്പനികൾ സേവനം കാത്ത് ക്യൂ നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ കൺസൾട്ടന്റ് ആണ് ഞാൻ. അവരുടെ ഓഫറുകൾ നിരസിച്ച് ഞാൻ ഈ നഗരത്തിൽ തന്നെ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അഞ്ജലി ജോലി ചെയ്യുന്ന നഗരമാണിത്. പണവും പദവിയൊന്നുമല്ല എനിക്ക് പ്രധാനം. സോറി സാർ, വെടിവെച്ചിടരുത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം. സി അഞ്ജലി, കോർപ്പറേറ്റ് ലോകത്തെ ജാടകൾ കാണിച്ച് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അഞ്ജലി എന്നെ വില വെച്ചേനെ. ബട്ട് ഐ പ്രിഫർ ടു ബി ഹംബിൾ ആൻഡ് സിമ്പിൾ ബിഫോർ യു. യു നോ, ലുക്കിലൊന്നും ഒരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഐ മീൻ എക്സാമ്പിൾ, എബ്രഹാം ലിങ്കൺ. ഒട്ടിയ കബിൾ, ചപ്പിയ താടി, ലുക്ക് ഉണ്ടായിരുന്നോ? സി, കാണുന്നതിനപ്പുറമാണ് കുട്ടി കാര്യങ്ങൾ. യെസ്. How are you? Hi doll. Oh God, you again? വീണ്ടും നിങ്ങളോ? See Varma, now I am talking with the most important person in my life. Please don't disturb me again. കോടികളേക്കാൾ വിലയുണ്ട് എനിക്ക് നിമിഷങ്ങൾക്ക്. Please leave me alone, man. നരൻ, ഇത് What ഇത്? Yes, I know him. ആനന്ദ് വർമ്മ, വർമ്മ ഡിസൈൻസ്, ഫാഷൻ ടൈക്കൂൺ. So wow. മനുഷ്യന് മനസ്സമാധാനം തരട്ടെ. രത്തൻ ടാറ്റ, ആദിത്യ ബിർള, മഹീന്ദ്ര. എല്ലാവരുടെ മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് ഈ അഞ്ജലിയാണ്. അതിനേക്കാൾ വലിയ വില ഞാൻ ആർക്കും കൊടുക്കില്ല. അത് ആനന്ദ് വർമ്മ ആയാലും ശരി, അംബാനി ആയാലും ശരി. I'm sorry. It's okay. Leave it. Go, man. Sorry. Excuse me. Okay. No problem. Please leave us. Please. Okay, sorry പറഞ്ഞു ഒരു സമയം കളയാം. അഞ്ജലിക്ക് ഞാൻ പറഞ്ഞ് വിശ്വസിക്കാതിരിക്കാം. ബാംഗ്ലൂർക്ക് പോ. That's up to you. അത് തടയാനൊന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ അഞ്ജലി പോയി കഴിഞ്ഞാൽ സത്യം അറിയാതെയാണല്ലോ അഞ്ജലി പോകുന്നതെന്നുള്ളൊരു സങ്കടം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇപ്പം എനിക്ക് സമാധാനമായി.
ഇനി ഒരിക്കലും അഞ്ജലിയുടെ ലൈഫിലേക്ക് ഞാനൊരു തടസ്സമായിട്ടുണ്ടാവില്ല. ഗുഡ് ബൈ. ബൈ. ദൈവമേ, ആ വർമ്മത്തിന്റെ പഞ്ഞിക്കിടുവോ? ഇത് നീ പറഞ്ഞ പോലെ തയ്യാറാക്കിയ നിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, നിന്റെയും കൂട്ടുകാരൻ്റെയും ട്രാവൽ ഡോക്യുമെന്റ്സ്, കുറച്ച് പണം. ഇതൊക്കെ ഒറിജിനൽ അല്ലേ സാർ? സോറി, ആരെയും വിശ്വസിക്കാൻ പറ്റില്ലേ. അഡിയോസ് ഹസ്ത ല വിസ്ത. എന്താ? തെറിയൊന്നുമല്ല സാർ, സ്പാനിഷിൽ ഞാൻ സി യു എന്ന് പറഞ്ഞാണ്. എനിക്ക് നിന്നിൽ കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, അത് അസ്ഥാനത്താക്കരുത്. സോറി സാർ, മറ്റത് പറഞ്ഞ ഞാൻ പോയെന്നെ. എന്താ? ഓൾ ദ ബെസ്റ്റ്. All the best. താങ്ക് യു. അപ്പൊ നമ്മൾ ദുബായില് യെസ്, നമ്മൾ ദുബായിൽ അടിച്ചു പൊളിക്കുന്നു. ദേവിക വർമ്മയെ പൊളിച്ചെടുക്കുന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം, ഐ എം സത്യനാരായൺ. ആ പോയതാണ് ദേവിക വർമ്മ. ആ താടി വർമ്മയെ പടിയടച്ച് പിണ്ടം വെച്ച് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യം കൈക്കലാക്കി തീരെ വരും. അണ്ണാ, ഇനി അതുപോലെ നമുക്കടിച്ചു പറ്റാല്ലേ? സോറി അണ്ണാ, ഞാൻ അണ്ണന്റെ പോലെ അല്ലടാ, നമ്മുടെ കള്ളം നിൽക്കൂലേ. ഹർബൽ മിഷാർ ഹിന്ദേ. അവരൊക്കെ എവിടെയെന്ന് അറിയില്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അകത്തേക്ക് ചെല്ല അറബി പറഞ്ഞതാ. നിങ്ങൾക്ക് മലയാളം അറിയാമോ? അറിയാ. എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ പോരെ? പക്ഷെ അറബി അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ അറബിയിലെ സംസാരിക്കാം. എന്താ? അറിയാവുന്നടുത്ത് പറഞ്ഞ ഇയാളുടെ തലക്കെട്ടടിക്കും. അല്ല, ഓർക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. ഓ, അല്ല, നിങ്ങൾക്ക് അറബിയിൽ ഭയങ്കര ഞാനുണ്ടല്ലോ. മദ്രസയിൽ ഉസ്താദേ. എല്ലാത്തിലും ഉസ്താദാണ്. ബൈ ദ വേ, മാഡം എങ്ങനെയാണ്? കശ്മീകൃത മനസ്കൃതയാണോ? എന്ത്? സംസ്കൃതം അറിയില്ല? ഇല്ല. പൂവർ മാൻ. മാഡം എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലിയാണ്. ബാക്ക് നോക്കുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാ. പക്ഷെ മുന്നിൽ ചെന്നാ ബ്രൂസ്ലിയാ. ബ്രൂസ്ലി. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ പോണല്ലോ. ചെല്ല് ചെല്ല്. How dare you give me such lame excuses? What were you doing all this while? എന്തേ? ആരെയോ മാഡം വഴക്ക് പറയാ. അയ്യോ, അത് വഴക്ക് പറഞ്ഞൊന്നല്ല, മാഡം സ്നേഹത്തോടെ സംസാരിക്കുന്ന. Fix this now, Marina. Sure, ma'am. You won't have a next time. Now get lost. Sorry, ma'am. Yes. ഗുഡ് മോർണിംഗ് മാഡം. What's the matter? ഐ എം സത്യനാരായൺ. 1 second. Zip got jammed. 1 minute, if you don't mind. സോറി, പുതിയത് വാങ്ങിച്ചുതരാം. നാട്ടിൽ 2 രൂപയേ ഉള്ളൂ. Hey, mister. ഇപ്പഴാ സിബ് ഓപ്പൺ ആയത്. ഓ ഗോഡ്, പാന്റിന്റെ സിബ് ആയി പോയി. Excuse me. അപ്പോയിന്റ്മെന്റ് ലെറ്റർ. No way. You are not going to join here. And I have not sent you an appointment letter. How could you say that, madam? This is an appointment letter duly signed by Mr. Anand Varma. ഈ കമ്പനി മാനന്തവർമ്മയുമായി ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. That's none of my business. 6 മാസത്തിനുള്ളിൽ എനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും വർമ്മ ഡിസൈൻസ് ജോയിൻ ചെയ്യാന്നുള്ള ക്ലോസ് വെച്ചിരിക്കുന്നുണ്ട്. ആനന്ദ് വർമ്മയുടെ കാര്യം ഇവിടെ തർക്ക വിഷയമല്ല. ആവശ്യത്തിലേറെ യോഗ്യതകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ACS, LLM, LLB, MBA ഇതൊക്കെ ഞാൻ നേടിയ വിദേശ സർട്ടിഫിക്കറ്റുകളാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, മൊണ്ടക്കി യൂണിവേഴ്സിറ്റി, മിഷിഗൻ യൂണിവേഴ്സിറ്റി, എക്സെട്രാ എക്സെട്രാ. പിന്നെ ഇത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ കോൺട്രാക്ട് പീരീഡ് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്ത കോമ്പൻസേഷൻ ഡീറ്റെയിൽസ്. I am not responsible for what Anand Varma did. മാഡം, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഞാൻ കേസ് ഫയൽ ചെയ്താൽ മില്യൺസ് ആൻഡ് ബില്യൺസ് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരും. You may please take your leave right now. ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇറങ്ങി പോടാ അവിടുന്ന്. പിടിച്ച് പുറത്താക്കണോ ഇയാളെ? ഏയ്, പേടിച്ചിട്ടൊന്നല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. നിങ്ങളുടെ ഓഫീസിലിട്ട് ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കാനാ. ലുക്ക് അറ്റ് ദിസ്. ഇത് കുമ്പളങ്ങി അമ്പലത്തിലെ കൊടിമര പ്രതിഷ്ഠയുടെ നോട്ടീസ് അല്ല. 6 മാസം മുമ്പ് ഈ സ്ഥാപനത്തിലെ തലവനായ ആനന്ദ് വർമ്മ ഒപ്പം സീലും വെച്ച് ലെറ്റർ പാഡിൽ അടിച്ചു തന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ്. അതിനുശേഷം അങ്ങേരെ ഇവരെ തലാക്ക് ചൊല്ലിയോ താടി പിടിപ്പിച്ചോ തല്ലിക്കുന്നോ എന്ന് എന്റെ വിഷയമല്ല. നിങ്ങൾക്കൊരു സത്യം അറിയൂ, ഇവരുടെ പഴയ കെട്ടിയോൻ വർമ്മ കാർ തരാൻ, കോട്ടേഴ്സ് തരാൻ, കുക്കിനെ തരാന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ടാ നാട്ടിൽ അമ്പോറ്റ പണി കളഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വിമാനം കയറിയത്. എന്നിട്ട് ഒരുമാതിരി ഉണ്ണാൻ പിടിച്ചിട്ട് തുണി വക്കി കാണിക്കുന്ന പരിപാടി എന്നോട് കാണിക്കരുത്. ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്റെ ജീവൻ പോയാലും ഇതിന്റെ ഇടയിൽ ഇങ്ങനെ തുടങ്ങുന്നു. പ്രിന്റ് ചെയ്തിട്ടുണ്ടായില്ല. If I ever see a shadow in this office, I will kick the shit out of you, rascal. സോറി ട്ടോ പെങ്ങളെ, ബുള്ളറ്റിനാണേ. കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഞാൻ ബുർജ് ഖലീഫയുടെ താഴെ എത്തിയ
ഓ കരിമ്പന കാലുകൾ. വെടിവെക്ക് മേഡം, വെടിവെക്ക്. കുണ്ടിക്ക് വെടി വെച്ച ദുബായിൽ കേസില്ല, ധൈര്യമായിട്ട് വെച്ചോ. അയ്യോ അയ്യോ ഇനി വെക്കണ്ട, റിസ്ക. ഓ ഈ പെട്ടമലക്ക് ഒന്നുമില്ലാത്തത് എന്റെ ഭാഗ്യം. അയ്യോ ഇത്ര പെട്ടെന്ന് പോയിന്റ് ചെയ്തോ? പോയിന്റ് ചെയ്ത് തോക്ക് പോയി നോക്ക്. പെണ്ണുപിള്ളിക്ക് ഭ്രാന്താ. നമ്പർ പേടിയില്ലല്ലോ. മോളെ, ഓപ്പൺ നമ്പർ. അതിന്റെ ഇടയിലാ മറ്റേ അണ്ണാ നമ്പർ. Hello, Dubai! What's the color of life? They say black and white. Magic is gonna change the color of your life. Blue! Watch! And yellow! അണ്ണികൾ കൊള്ളാട്ടാ. ടകടകയെന്നോണ്ടല്ലേ ഡ്രസ്സിന്റെ കളറൊക്കെ മാറ്റണത്. ഈ ട്രിക്ക് ഒന്ന് പഠിപ്പിച്ചു ചോദിക്കായിരുന്നല്ലേ? എന്തിന്? അല്ല, ഒരു ഷഡ്ഡി പഠിച്ചതല്ലേ എല്ലാ ദിവസം പല കളറായിട്ട് മാറ്റി പറ്റിട്ടല്ല അല്ലേ? അതിനിപ്പോ മാജിക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ? ഒരു ഷഡ്ഡി തന്നെ ഒരാഴ്ച ഉപയോഗിച്ചാൽ മതി, കളറൊക്കെ തന്നെ മാറിക്കോളും. Magician Parker. മിസ്റ്റർ Oh, പോക്കർ, nice. മേരാ തൊലി വെളുക്കൽ के लिए कोई मैजिक है मालूम? തുടങ്ങി. വെറുതെ തൂങ്ങലുടെ കന്നാലി ജീവിച്ച് പോട്ട ചെവി. അല്ല, നിങ്ങൾ മലയാളിയാണോ? ബായുടെ ബിവറേജ് എവിടെ ഉള്ളത്? ഏയ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പോക്കരേട്ടാ ഇക്കൊന്ന് അണ്ണൻ തുടിപ്പിച്ചേണ്ടേ? എന്തുട്ട് കാണിക്കണേ അതാ കൂടുതൽ വെച്ചേ. അണ്ണൻ നമ്മ വന്ന ദുബായ് തന്നെയാണല്ലേ വല്ല തൃശ്ശൂർ റൗണ്ടിലാ. പറഞ്ഞാലും ശരി. വെള്ളപ്പണ്ടാറ്റാണ് തോന്നുന്നു. മേഡം സത്യനാരായണനും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. എന്തിന്? നിർത്തി വെടിവെക്കാനോ അതോ ഓടിച്ചിട്ട് വെടിവെക്കാനോ? അയ്യോ ജോയിൻ ചെയ്യേ. ബൈ ദ വേ, ഐ ആം പുഷ്പകുമാർ. യു ക്യാൻ കോൾ മീ കുമാർ. നോ, ഐ വിൽ കോൾ യു പുഷ്പു. ഐ, അല്ല പുഷ്പു, നിങ്ങൾ എങ്ങനെയാണ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത്? അത് വലിയൊരു കഥയാ. ആഹാ. എന്റെ ഭാര്യ ഇവരെ ഫാക്ടറിയിലെ ഈ ഫേസ് ക്രീം ഉണ്ടാക്കുന്നതിന് ഇൻചാർജ് ചെയ്യും. ആ. ഒരു ദിവസം ക്രീം വെന്തോന്ന് ഈ അണ്ടാവിലേക്ക് തലയിട്ട് നോക്കും, തലകുത്തി വീണ് ക്രീം കുടിച്ച് മരിച്ചു. ആ സിമ്പതിയിൽ എനിക്കിവിടെ ജോലി കിട്ടിയേ. ആ പിന്നെ നിങ്ങൾക്കുള്ള ഫുഡ് അടക്കം റേഷൻ അടയ്ക്കാൻ റേഷനാ? അടയ്ക്കാൻ പടേ? ആരുടെ കട? എന്ത് അടക്കണ കാര്യം? അത് ഈ ശാപ്പാടും ഭക്ഷണം കമ്പനി ഫ്ലാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോവല്ലേ. അല്ല അണ്ണാ, ഈ വെടിവെച്ച് കൊല്ലാൻ വന്ന മാഡം എന്തിനാണ് നമ്മളെ തിരിച്ചു വിളിച്ചിട്ട് ജോലിയും വീടും കള്ളും പിന്നെ ഈ ജോസ് പ്രാഷിന്റെ കോട്ടൊക്കെ തന്നേക്കണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്ത്. എന്റെ അടുത്ത് കളിച്ച വിവരം അറിയുന്നവർക്ക് മനസ്സിലായി കാണും. ആ സൈസ് പെർഫോമൻസിലടാ ഞാൻ വെച്ച് കീച്ചത്. അണ്ണന് സോഡേ വെള്ളൂ. വേണ്ട വേണ്ട, ഇന്ന് വെള്ളമടിയില്ല. നാളെ രാവിലെ ഐശ്വര്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതാ. മാത്രല്ല ഇന്ന് ബോധത്തോടെ എന്റെ അഞ്ജലിക്കുട്ടിയുമായിട്ട് കുറച്ചു നേരം എനിക്ക് സല്ലപിക്കണം. ഹലോ, ഹായ് അഞ്ജലി. അണ്ണോയ്, അണ്ണന് കാലത്ത് എക്സസൈസ് ചെയ്യാനുള്ള സാധനം എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി കട്ടിലെ തന്നെ വെച്ചോണ്ടാ. ഹലോ ഹലോ നാരൻ, താങ്ക് യു സോ മച്ച്. ആനന്ദ സാർ വിളിച്ചിരുന്നു. ഹലോ നാരൻ, കേൾക്കാമോ? ഏയ് ഫൈസൽ, ഞാൻ ഓട്ടോ എടുത്ത് പോക്കോളാം. നാരൻ, വർമ്മ സാർ തന്നെ നേരിട്ട് എന്നെ വിളിക്കുകയായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് എത്തിച്ചിട്ടുണ്ട്. ഐ റിയലി കാൻറ്റ് ബിലീവ് ദിസ്. നാരൻ അറിയാമോ, ഇന്ന് 2-ാം തീയതിയാണ്. 2 was my lucky number. പറഞ്ഞ മണ്ടത്തരം തോന്നുമായിരിക്കും, പക്ഷെ അതെനിക്കൊരു വല്ലാത്ത കോൺഫിഡൻസാ. ഈവനിങ് ഫ്ലൈറ്റ് ആണ് 5:30ക്ക്. നാരൻ വരില്ല എയർപോർട്ടിൽ എന്നെ പിക്കപ്പ് ചെയ്യാൻ? ഓക്കെ ഡാർലിംഗ്. ഓക്കെ. ഓട്ടോ. ഹലോ ഹലോ. ഉമ്മ എടുക്കുന്നതിന് മുമ്പ് വെച്ച് പോയാ. എടാ ഒരു 4:52 അഞ്ചിനെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങണം. അതെന്തൊരു ടൈമാണ്? 4:52. എടാ 5, 4, 9, 9, 2, 11, 1, 1, 2. 2. അഞ്ചിലയുടെ ലക്കി നമ്പറാ 2. ഇനി എന്റെ നമ്പർ 2 എന്റെ ലക്കി നമ്പറാണ്. എപ്പോഴും നമ്പർ 2 ഞാൻ ഭയങ്കര ആശ്വാസമാണ്. എന്നാടാ നീ നന്നാവണേ? ആ നമ്പർ 2 അല്ല, പിന്നെ? ലക്കി നമ്പർ 2. ആട്ടു എന്താണ്? അല്ല നീയല്ലേ പറഞ്ഞ ആട്ടു? ഓ, ഭയങ്കര ഡിൻഡു കോമഡി. ഒന്ന് പോകണ്ട, അതിനെക്കാട് നല്ലപോലെ കിളി ഷഡിയില് മൊട്ടയുടെ കഥയായിരുന്നു. പിന്നെ അങ്ങട് ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. അയ്യേ, പാവം തൂറിക്കൊണ്ടിരിക്കുമ്പേ കിഡ്നി ഫെയർ അടിച്ച് ചത്തുപോയി. തിരുവായ കഴുകിട്ട് ചായ എടുത്തടാ. അപ്പൊ പാത്രം കഴുകണ്ടേ? എന്തെങ്കിലും കഴുകു. ഈ അണ്ണനെ ദുബായി കൊണ്ടൊന്ന് മണ്ടത്തറി. അഞ്ജലി അഞ്ജലി ചായാഞ്ജലി. അല്ലണ്ണ, അഞ്ജലേച്ചി വന്നത് വർമ്മ സാറിന് വേണ്ടി, അണ്ണൻ വർക്കേണ്ടത് വർമ്മ സാറിന്റെ ശത്രുവിന് വേണ്ടി. ഈ രഹസ്യമൊക്കെ അഞ്ജലേച്ചി അറിഞ്ഞാൽ കുഴപ്പമില്ലണ്ണ. ഞാൻ എല്ലാ സത്യങ്ങളും അഞ്ജലിയോട് തുറന്നു പറയാൻ പോവാ. ഞങ്ങൾക്കിടയിൽ ഇനി രഹസ്യങ്ങളില്ല. അടിപൊളി. കുണ്ടിതപ്പെടേണ്ട ചേച്ചി എന്റെ ചേച്ചി. ടൈം കറക്റ്റ് അല്ലേ? ഞാനല്ലെങ്കിൽ ലേറ്റ് ആകില്ല. കറക്റ്റ് 4:52 കേട്ടാ. ഹായ് പുഷ്പൻ, എവിടെ പോണ്ടോ? എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക്. എന്തേ? Okay, carry on. Come on, buddy. കളിഫോൾ. ഇവനൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ? തെരപ്പര അടക്ക്. കണ്ടോടാ, ലക്കി നമ്പർ 2 കറക്റ്റ് സമയത്ത് ലിഫ്റ്റ് വന്നു. അയ്യോ, ഇയാൾ വിളിക്കാനല്ലേ ഞാൻ വന്നേ. പിന്നെ അതെ. അയ്യോ പോയോ? ഇത് തുറക്കണില്ലല്ലോ. കോണിപ്പോ എവിടെയാ? അണ്ണാ ടെൻഷൻ അടിക്കണ്ട, സമയം ഉണ്ടെന്നാ എത്തുന്ന. നമ്മളായിട്ട് ലൈറ്റ് ആവാൻ പാടില്ല. അവൾക്ക് ഹലോ, സത്യ.
മേഡമുണ്ട് കാറി. അയ്യോടാ പാവത്തിന് മഞ്ഞമുണ്ട് നിങ്ങൾ പാൻഡലിട്ടോ? അയ്യോ അതല്ല, മേഡം കാറിലുണ്ട്. നിങ്ങളോട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. സത്യൻ ഫ്രീ ആണെങ്കിൽ കുറച്ച് കാര്യം സംസാരിക്കേണ്ടായിരുന്നു. ക്യാൻ യു കം വിത്ത് മീ? അണ്ണാ അപ്പൊ അഞ്ജലി ചേച്ചി? ഹൂ ഇസ് അഞ്ജലി? അഞ്ചലി അല്ല, ചിഞ്ചലി. അപ്പൊ 5 ചിഞ്ചലി മതി. പിന്നെ ചിഞ്ചലി ഓയിൽ തന്നെ സവാളിട്ട് പോപ്പിച്ചിട്ട് പിന്നെ എയർപോർട്ടിൽ ഫ്രണ്ടിൽ നിന്ന് മാറാതെ കുറച്ച് കടുകിട്ട് പോപ്പിച്ചിട്ട് ടാക്സിക്കാരിൽ You will drive, right? Then come. ഓക്കെ മാഡം. പേഴ്സിലെ കാശിന് കണക്കണ്ട അവിടെ ഇരുന്നാ അയ്യോ മതിയായിരുന്നു. മേഡം, ഞാൻ കയറിയില്ല. മേഡം ജിയ ജല്ലേ ജാ ജല്ലേ മൂഞ്ചല്ലേ മൂഞ്ചിച്ചല്ലേ മൂഞ്ചി. ജിയ ജല്ലേ. ഹലോ, എന്തായടാ? അണ്ണാ അതേ ചേച്ചിയെ പൊക്കി അല്ല പിക്കി. അണ്ണാ ചേച്ചി എടുത്ത് വർമ്മസാറിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അഡ്രസ് ഉണ്ട്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോണോ അതോ? അല്ല അണ്ണനിപ്പോ എവിടെയുണ്ട്? എടാ ഞാനിവിടെ മാഡത്തിന്റെ ഫാം ഹൗസിലാ. എന്നാ ഫാമടാ. കാനഡ? എടാ ഫാം ഫാം ഫാം. അയ്യോ അണ്ണാ ഡ്രൈവറിന്റെ അടുത്ത് പതുക്കെ ഓണടിക്കാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എടാ ഫാം ഹൗസടാ. എടാ ഫാദറിന്റെ എഫ്. കാതന്റെ വൈഫാ? കാതറല്ലടാ കൂതറേ. ഫാദറിന്റെ വേണ്ട. എടാ ഫ്രീസറിന്റെ എഫ്. ബ്രേസിന്റെ കപ്പ. എന്റെ ദൈവമേ. ഈ എടാ ഈ എടാ ഫുള്ളിന്റെ എഫ്. ഫുള്ളിന്റെ ഹാഫ് പൈന്റ്. എടാ ഫുള്ളിന്റെ ആദ്യത്തെ എന്താ പറയണേ? ഓ ചിയേഴ്സ്. എടാ പുല്ല് ഫുള്ളിന്റെ എഫ്. നിനക്ക് മനസ്സിലാവണില്ലേ? നീ ഒന്നും നോക്കി, ഞാൻ എഴുതി കാണിക്കണ എഫ് എഫ് ഒരു ഓ ഇപ്പൊ കണ്ടു എഫ് ഫാം ഹൗസ്. എന്റെ പൊന്നു. എടാ നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാട്ടാ. ഞങ്ങളിപ്പോ അങ്ങോട്ട് വന്നോ? എടാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അണ്ണവിടെ ഭയങ്കര ചിരിങ്ങളേക്കാണ്. ചേച്ചി അതിന് സന്തോഷം ഉണ്ടാ? എന്റെ അമ്മേ ഒടുക്കത്തെ വൈബ്രേറ്റർ ആയി പോയി. എടാ ഹലോ അണ്ണാ. അയ്യോ ചോദിച്ചിട്ട് കിട്ടാനല്ലോ. യെസ് മാഡം. വരണ്ടാന്ന് പറഞ്ഞ് കേട്ട് കാണാവോ? അണ്ണ ഇപ്പൊ ഇങ്ങോട്ട് ഫാം ഹൗസിലേക്ക് വരണ്ടണോന്നാണ് പറഞ്ഞത് തോന്നണല്ലേ? അല്ലേ? ആൻഡ് പിന്നെ ഫാം ഹൗസിലേക്കുള്ള വഴി അറിയാമോ? അതറിയാ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പോവല്ലേ? തല്ലിപ്പൊളിയാവോ? അഞ്ജലി അഞ്ജലി ആക്ച്വലി എന്താണ് ഇതായിരുന്നല്ലേ നിങ്ങളുടെ അർജന്റ് മീറ്റിംഗ്? അഞ്ജലി ഞാൻ പറയണ്ട, വണ്ടി എടുക്കും. അഞ്ജലി ഒന്ന് കേൾക്ക് പ്ലീസ്. എടാ നിന്നോട് ആരാടാ പറഞ്ഞ അവിടെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോണ്ടില്ലേ? ഫാം ഹൗസിലേക്ക് ഫുള്ളിന്റെ ഫാന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി കളിച്ചിട്ട് പഠിച്ചിരിച്ച് കളിച്ചിട്ട് വരാൻ പറഞ്ഞത്. എടാ നിന്റെ തലയിൽ ചെളിയാണോടാ മന്ദബുദ്ധി? എനിക്ക് എങ്ങനെ അറിയണം? അണ്ണൻ ബാഹുബലി ലിംഗോ ചുമന്നുകൊണ്ട് നിൽക്കണ പോലെ മാഡത്തിന് ചുമന്നുകൊണ്ട് നിൽക്കണെന്ന്. ഇനി എന്റെ കൂടെ വരെ പ്രത്യേകം പറഞ്ഞോടാ. ബാക്കിലുണ്ട് വിട്ടോ. എന്റെ അമ്മ ഏത് കോട്ടായ്മ ഏപ്പേസ് പോലെ എണ്ണ പുറത്ത് നോക്കി ഒന്നുമില്ല എടുക്കുന്ന വെയിറ്റും. ഇനി ഈ ലോൺ ഇറക്കിയിട്ട് വേണം അഞ്ജലിയുടെ പ്രശ്നം തീർക്കാൻ. എടാ ഞാൻ ദേവിക മാഡത്തിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അഞ്ജലി പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും? അത് പേടിക്കണ ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു അഞ്ജലിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാടകം കളിക്കണമെന്നൊക്കെ നീ വ്യക്തമായിട്ട് പറഞ്ഞോ? അല്ല അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അല്ല എല്ലാം കൂടി ഞാൻ പറഞ്ഞ പിന്നെ വേണ്ടേ? അയ്യോ സോറി. എന്തിനാണ് ഞാൻ എന്റെ കൈ കളയണേ? ഓ അയ്യപ്പ സുര കിടപ്പുണ്ടല്ലോ. അയ്യോ അണ്ണാ അണ്ണാ ഞാൻ കണ്ടിട്ടില്ല. ചിരിക്കലാ ഓട്ടക പട്ടി. ബടിയൊരു ലിഫ്റ്റ് വരൂ. അണ്ണാ അണ്ണ എഴുന്നേറ്റേ. അണ്ണാ കുറെ നേരം ഫോൺ അടിക്കണം. ഇത് ആരാണ് നോക്കിയേ? ആരാണ് വെളുപ്പം കാലത്ത്? വർമ്മ സാറാ. സാറേ അഞ്ജലിയോട് നീ എന്താ സംസാരിച്ചത്? അവളിപ്പോ തിരിച്ചു പോവാണെന്ന് പറയുന്നു. മത്സരിക്കാൻ അവളില്ലാന്ന്. അയ്യോ ഇന്ന് ഉച്ചക്ക് പ്രസ് മീറ്റ് വെച്ചിരുന്നതാ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. എടാ തെണ്ടി. ഹലോ അയ്യോ സോറി സാറേ ഞാൻ ഇവിടെ പറഞ്ഞ. എടാ ആരെന്ന് വാല് ഓർത്ത് നോക്കണം. അണ്ണ ഞാൻ ഇവിടെ കുളിക്കാണ്. സാർ ഒരു മിനിറ്റ്. ഒരു ഷൂ എവിടെ? ഹലോ ഞാനിവിടെ ഒരു അയ്യോ എന്ന് പറഞ്ഞ. സോറി സാർ. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇരിക്കൂ. അല്ല അകത്തിരിക്കാം. വരും മാഡം വരും വരും. ഇല്ല മാവാ ഞാൻ ഞെട്ടിപ്പോയ മാവാ. പെട്ടെന്നല്ലേ മരണം കയറി വന്നത്. അല്ല മരണം കയറി വന്നത്. ചടങ്ങുകളൊക്കെ നടക്കുവാ മാവാ. 16 അടിയന്തരത്തിന് 18 ദിവസം കൂടി ഉണ്ടല്ലോ. ഞാൻ വിളിച്ചോളാം മാവാ. വാ മായി. അല്ല സോറി വരൂ മാഡം. ഇവിടെ ഇരിക്കാം മാഡം. എന്താ മാഡം രാവിലെ തന്നെ? ആനന്ദ് വർമ്മയായിട്ട് സത്യൻ എന്താ ഇടപാട്? ഇടപാടാ? എന്താ ഇടപാട്? ആനന്ദിനെ കാണാൻ സത്യൻ ഇന്നലെ അയാളുടെ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നോ? ഇല്ലേ? ഇല്ല. മിസ്റ്റർ കുമാർ കണ്ടല്ലോ സത്യൻ ഇന്നലെ അവിടെ കയറുന്നത് ഇറങ്ങി പോകുന്നതും. രാത്രി 8:15 അവിടെ കയറി 8:22 പുറത്തിറങ്ങി. ഓ
8:50 to 8:22. 7 minutes. എന്താ ഒരു പൊട്ടൻചിരി? വർമ്മയെ കാണാൻ അവിടെ പോയോ ഇല്ലയോ എന്ന്. ഇല്ല മാഡം, ഈശ്വര. അപ്പൊ കുമാർ പറയുന്നത് കള്ളമാണെന്നാണോ? കള്ളമല്ല, ബുദ്ധിയിലായ്മ. കൂർക്ക കണ്ടിട്ട് ആട്ടുംകാട്ടാണെന്ന് കരുതുന്ന വിവരക്കേട്. ആനന്ദ് വർമ്മയെ കാണാൻ ഞാൻ പോയിട്ടില്ല. പക്ഷെ അങ്ങേരുടെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഇന്നലെ രാത്രി പോയിട്ടുണ്ട്. അവസാനം സമ്മതിച്ച് മേഡം ഇയാളെ എത്ര പെട്ടെന്ന് പുറത്താക്കണം. അതിനുമുമ്പ് പുഷ്പനൊന്ന് പുറത്തേക്കണം. എനിക്ക് മാഡത്തിനോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. മിസ്റ്റർ കുമാർ, ഒന്ന് പുറത്തു വെക്കൂ. അപ്പൊ ഞാൻ അത്രയും പെട്ടെന്ന് പുറത്തായ? വർമ്മയുടെ ഫ്ലാറ്റിൽ ഞാൻ പോയിരുന്നു മാഡം, അങ്ങേരുടെ പുതിയ മോഡലിനെ കാണാൻ. അവളെ ഞാൻ കണ്ടു, വരട്ടി, ഒതുക്കി. യെസ്, അവൾ ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കില്ല. മാത്രമല്ല, ഇന്നുച്ചയ്ക്ക് വർമ്മ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രസ് മീറ്റിലും അവൾ വരില്ല. എത്രയും പെട്ടെന്ന് അവൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. റിയലി? അത് മാഡം, ഞാൻ കുറച്ച് പണം ഓഫർ ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു 50,000 dirhams. അല്ല, അത് കൂടുതലല്ലായിരിക്കുമല്ലോ അല്ലേ? ഹേ, ഇറ്റ്സ് ഓക്കെ സത്യൻ. പണം ഓഫീസിൽ നിന്ന് മേടിച്ചോളൂ. ഒരു കണക്കിന് രക്ഷപ്പെട്ട്. വാട്ട്? അല്ല, അവർ 1 ലക്ഷം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ. മണി ഈസ് നോട്ട് എ പ്രോബ്ലം സത്യൻ. എനിവേ, താങ്ക് യു സോ മച്ച്. സത്യൻ, മാഡം, ഏതായിരുന്നു ആ പെൺകുട്ടി? അത് നാട്ടിലേതൊരു പാവം പെൺകുട്ടി, അല്ലെങ്കിൽ പൈസക്ക് മറിയില്ലല്ലോ മാഡം. അതല്ല ഞാൻ ചോദിച്ചത്. ഇന്നലെ നമ്മൾ ഫാം ഹൗസിൽ നിന്നപ്പോ അവിടെ വന്ന പെൺകുട്ടി. ഫാം ഹൗസില് അവിടെ ഏത് പെൺകുട്ടി? സത്യന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ കൂടെ. ഫ്രണ്ട്? ഹൈ, ഫാം ഹൗസിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായുള്ളൂ. ഞാൻ ഒറ്റയ്ക്കല്ലേ മാഡത്തിനെ തിരിച്ചുണ്ടാക്കിയത്. അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, മാഡം ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അവിടെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. അത് ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നിയതാണോ? താണോ അല്ല, താണ് തോന്നിയതാണ് ശരിക്കും. Anyway, leave it. Thanks, Satyan. Thank you for everything. That's my duty, madam. അയ്യോ, എൻ്റെ അമ്മേ, രക്ഷപ്പെട്ടു. പിന്നെ പെട്ടു. ഹലോ സാറേ. ആ അഞ്ജലി അവളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? സാറേ, തലയിലേക്ക് ഒന്നും മഞ്ഞില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് ആലോചിച്ചോട്ടെ. സാറേ, ഒരു കാര്യം ചെയ്യ്. സാർ അഞ്ജലി ഇപ്പൊ കാണണ്ട. ഞാനിപ്പോ നേരിട്ട് വരാം. സാറ് പേടിക്കണ്ട, അവളങ്ങനെ പോവില്ല. ഞാനല്ലേ ഉറപ്പ് പറയണത്. ഓക്കേ മാം? നോ താങ്ക് യു. മിസ്റ്റർ ആനന്ദ് വർമ്മ. എക്സ്ക്യൂസ് മീ സർ. യെസ്, എക്സ്ക്യൂസ്ഡ്. നിന്റെയൊക്കെ ആനന്ദ് വർമ്മയ്ക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാൻ പേടിയാണെന്ന്, എന്റെ കണ്ണിലെ തീക്ഷ്ണത സഹിക്കാൻ പറ്റണില്ലെന്ന്. വേണ്ട, എനിക്ക് ഫോണിൽ കൂടി സംസാരിക്കാലോ. 2 കിലോ. എടോ വർമ്മേ, താൻ ഇത്രയും വലിയ തെണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലടോ. അൾട്ടിമേറ്റ് ചെറ്റേ, തന്റെ കൂടെ ചേരാതെ തന്റെ ഭാര്യയുടെ കൂടെ ചേർന്നതിന്റെ പകവക്കാരല്ലോ താൻ നാട്ടിൽ നിന്ന് അഞ്ജലി ഇങ്ങോട്ട് പൊക്കിയത്. അരുതേ, ചെയ്യരുതേ, കൊണ്ടുവരരുതേ എന്നൊക്കെ തന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞില്ലടോ. എന്നിട്ടും താൻ കേട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടാണ് താൻ അവളെ കൊണ്ടുവന്നതെന്ന് ഞാൻ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. താൻ എനിക്കിട്ടൊരു ബ്രഹ്മ വെച്ചപ്പോ അഞ്ജലിയെ കാണിക്കാൻ തന്റെ കെട്ടുകളെ കെട്ടിപ്പിടിച്ച് ഞാൻ അവിടെ ഒരു ഡാൻസ് കളിച്ച് അവളെ തെറ്റിദ്ധരിപ്പിച്ചു. എനിക്കറിയായിരുന്നു അവളപ്പൊ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. താൻ ആരാന്നാണോ തന്റെ വിചാരം? മോന്ത നിറച്ച് താടി, തൊണ്ട നിറച്ച് ബാസും, പോസ്റ്റിന്റെ പൊക്കവും. എടോ, താൻ ഫാഷൻ കൊണാണ്ടർ ആണെങ്കിലേ കാട്ടാനയ്ക്ക് വരെ അണ്ടർവെയർ തയ്ക്കുന്ന ഗജറ്റ് ടൈലർ ആണോടോ ഞാൻ. അഞ്ജലി ഐശ്വര്യയൊക്കെ താൻ തിളപ്പിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതങ്ങോട്ട് വാങ്ങി വെച്ചേക്കടോ അടുപ്പിന്ന്. എടോ, താനൊന്നും നഷ്ടപ്പെടുത്തണ്ട. അവളെ കൊണ്ടുവരാൻ വേണ്ടി താൻ ചെലവാക്കിയ എന്റെ 4 ഇരട്ടി 50,000 dirhams. ഇനി റാംബേൽ അവളെ കയറ്റാൻ നോക്കിയാൽ മുടിഞ്ഞ മോനെ മുണ്ടാട്ടി മോറ ഡെപ്യൂട്ടി കൊണസത്ത് എന്റെ അമ്മൂമ്മയുടെ 16 വെക്കണോ ഫോൺ.